15 കൊല്ലത്തിന് ശേഷമാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ രാഷ്ട്രപതി ഭവനിൽ എത്തിക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നത്. 2002-ൽ തലയെണ്ണമില്ലാത്തതിനാൽ ആഗ്രഹിച്ചയാളെ മാറ്റി എ.പി.ജെ. അബ്ദുൽ കലാമിനെ മുന്നിൽ നിർത്തിയാണ് പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചത്. എന്നാൽ ഇത്തവണ വ്യക്തമായ മേൽക്കൈ ഉള്ളതിനാൽ സംഘപരിവാറിൽ നിന്ന് തന്നെ ഒരാളെ രാഷ്ട്രപതി ഭവനിലെത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ബി.ജെ.പി. എൻ.ഡി.എ സഖ്യത്തിന് പുറത്തുള്ള കോൺഗ്രസ് ഇതര ഇടതുപക്ഷേതര കക്ഷികളിൽ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ ഉറപ്പാക്കുന്നതിൽ വിജയിച്ച ശേഷമാണ് രാംനാഥ് കോവിന്ദിന്റെ പേര് അമിത്ഷാ പ്രഖ്യാപിച്ചത്. അഭിഭാഷകൻ എന്ന നിലയിൽ രാംനാഥ് കോവിന്ദിന് ഭരണഘടനാ വിഷയങ്ങളിൽ പ്രാവീണ്യമുണ്ട്. താൻ ബീഹാർ ഗവർണറായപ്പോൾ സജീവ രാഷ്ട്രീയം മതിയാക്കിയെന്ന് രാംനാഥ് കോവിന്ദ് പറയുന്നു. से गवर्नर बना तब से मेरा कोई राजनीतिक दल नहीं है. मेरा हमेशा प्रयास होगा और मेरी मान्यता भी है कि राष्ट्रपति का पद दलगत राजनीति से ऊपर होना चाहिए. एनडीए के सभी घटक दलों ने मेरा समर्थन किया है. इसके अतिरिक्त भी कुछ राजनीतिक दलों ने समर्थन किया है. इन सब के लिए मैं हृदय से आभार व्यक्त करता हूं और सभी को विश्वास दिलाता हूं कि मैं सर्वोच्च पद की गरिमा को बनाए रखने के लिए हर संभव प्रयास करूंगा. പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയുടെ സഹായിയായിരുന്നു കാൺപൂർ സ്വദേശിയായ രാംനാഥ് കോവിന്ദ്. ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ പിന്നാക്ക പട്ടിക വിഭാഗങ്ങളെ ആകർഷിക്കാനും കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് കോവിന്ദ് ബി.ജെ.പിയിലെത്തുന്നത്. ദളിത് മോർച്ച ദേശീയ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായാൽ സംഘപരിവാറിന്റെ റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കുമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. Rubber stamp. This country had seen a rubber stamp prime minister for 10 years. This country had seen a rubber stamp president and in the form of Pratibha Patil. So a party which had given which had the dubious distinction of giving both rubber stamp presidents and prime ministers is making such charge against a BJP leader who has risen from the ranks. And in the BJP, anyone who grows from the hierarchy becomes a self-made man. It is not like there is no individual loyalties in the BJP and the RSS. It is loyalty to the nation, loyalty to the constitution. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ടറൽ കോളേജിൽ എൻ.ഡി.എക്ക് ഭൂരിപക്ഷമുണ്ട്. നോമിനേറ്റഡ് അംഗങ്ങൾ ഒഴിച്ച് പാർലമെന്റിലെ ഇരുസഭകളിലെയും എം.പിമാർക്കും നിയമസഭകളിലെ എം.എൽ.എമാർക്കുമാണ് വോട്ടുള്ളത്. ഇലക്ടറൽ കോളേജിലെ വോട്ടിന്റെ മൂല്യം 10,98,882 ആണ്. 5,49,442 വോട്ടുകൾ ലഭിക്കുന്നവർ ജയിക്കും. ഇരുസഭകളിലുമായി 776 എം.പിമാരാണുള്ളത്. എം.എൽ.എമാർ 4,114. എം.പിമാരുടെ വോട്ടിന് തുല്യ മൂല്യമാണ്. എന്നാൽ എം.എൽ.എമാരുടെ മൂല്യം സംസ്ഥാനങ്ങൾ തോറും വ്യത്യസ്തവും. എൻ.ഡി.എക്ക് ഇരുസഭകളിലുമായി 410 എം.പിമാരും 1,691 നിയമസഭാംഗങ്ങളുമുണ്ട്. ഇതുവഴി 5,37,614 വോട്ട് മൂല്യം എൻ.ഡി.എക്കുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് വെറും 11,828 വോട്ട് മാത്രം. ഇവിടെയാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിജയം. മറുചേരിയിൽ നിൽക്കുന്ന നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിന് പുറമെ ബിജു ജനതാദൾ, തെലങ്കാന രാഷ്ട്ര സമിതി, YSR കോൺഗ്രസ്, AIDMKയുടെ 2 വിഭാഗങ്ങൾ എന്നിവയുടെ പിന്തുണ ബി.ജെ.പി ഉറപ്പാക്കിയിട്ടുണ്ട്. ത്രിപുരയിലെ തൃണമൂൽ കോൺഗ്രസിലെ 6 എം.എൽ.എമാരുടെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏതാനും ചെറിയ പാർട്ടികളുടെയും പിന്തുണ കൂടിയാകുമ്പോൾ രാംനാഥ് കോവിന്ദിന്റെ വിജയം ഉറപ്പാണ്. പുതിയ രാഷ്ട്രപതി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതല്ല. രാജ്യത്ത് നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാമൂഹിക അന്തരീക്ഷത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ മതനിരപേക്ഷത സംരക്ഷിക്കുകയും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം രാഷ്ട്രപതി. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നതും അതാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.